ഏത്തപ്പഴം ഒരുപാട് പഴുത്തു പോയാൽ കുട്ടികൾക്കായാലും നമുക്കായാലും കഴിക്കാൻ നല്ല മടിയായിരിക്കുമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പഴം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്ത ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. 2 ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ 2 ഏത്തപ്പഴവും ഇതുപോലെ അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാമേ. ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ് കേട്ടോ. ഞാൻ ചെറിയൊരു കപ്പിന് 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റവയും കൂടി അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഞാൻ ഒരു 150 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ശർക്കരയ്ക്ക് വലിയ കളറൊന്നും ഇല്ലായിരുന്നു, വെളുത്ത ശർക്കരയായിരുന്നു. ശർക്കരയ്ക്ക് വലിയ കളറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പത്തിന് പ്രത്യേകിച്ച് വലിയ കളറൊന്നും കാണില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുവാണേ. മൊത്തത്തിൽ 1 കപ്പ് പാലാണ് കേട്ടോ വേണ്ടത്. ഞാൻ 1/2 കപ്പ് പാല് ഈ പഴവും റവയും ശർക്കരയും കൂടി ചേർത്ത് അടിക്കാൻ വേണ്ടി എടുത്തു. ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമേ. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തും കൂടെ വെക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. ഇനി അതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. 10 മിനിറ്റത്തേക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കണേ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാമേ, വളരെ കുറച്ച് മാത്രം. ഞാൻ ഒരു കുഞ്ഞു സ്പൂണിൽ അതിൻ്റെ ഒരു 1/4 ടീസ്പൂണോളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി അത് നമുക്കൊരു നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ ഒരു 10 മിനിറ്റ് ഈ ബാറ്റർ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ട് ആ സമയം ആകുമ്പോഴാണ് ഇത്തിരി നല്ല കട്ടിയായിട്ട് ഇതേപോലെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ബാറ്റർ ഫുള്ളും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇതുപോലെ തട്ടിയെടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ചിരിക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയേ, നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ തന്നെ അറിയാം. അതിൽ നിന്ന് വിട്ട് വന്ന് ഇരിപ്പുണ്ടേ ആ പാത്രത്തിൽ നിന്ന്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടി ഒരു ഈർക്കിലൊക്കെ ഇട്ടൊന്ന് കുത്തി നോക്കാം. നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ പലഹാരം ഒട്ടും അടി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെ മക്കൾ കൊതി തീരും വരെ കഴിക്കാൻ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെടും. കാരണം റവയും പഴവും മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ശർക്കരയും. അപ്പോൾ അവർക്കത് പഴമാണെന്ന് മനസ്സിലാവേയുമില്ല. കേക്കെന്ന് പറഞ്ഞാൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.